അടിമാലിയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. നേരത്തെ ആളുകൾ ഒഴിപ്പിച്ച ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. ഒരു വീടിന് മുകളിൽ മണ്ണ് പതിച്ചിട്ടുണ്ട്. വീടിനുള്ള ഒരു കുടുംബം കുടുങ്ങിക്കിടക്കുന്നതായി നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. നേരത്തെ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഒരു ഭാഗത്ത് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു. ഈ ഭാഗത്താണ് വീണ്ടും പെട്ടെന്നൊരു മണ്ണിടിച്ചിലുണ്ടാകുകയും ഈ സമയത്ത് അവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു വീടിന് മുകളിലേക്കും മണ്ണിടിഞ്ഞു എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. ലാൽകൃഷ്ണൻ ചെയ്യുന്നു. ലാൽകൃഷ്ണ, അല്പം ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? സുഹേലെ, 2 ദിവസം മുമ്പ് ഇതേ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതാണ്. ഇന്നലെ ഇച്ചിരി രൂക്ഷമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടാവുകയും ആ ഭാഗത്ത് ഒരു ഗർത്തം രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തിയാണ് 22 കുടുംബങ്ങളെ നിലവിൽ ഹൈസ്കൂളിലേക്ക് മാറ്റിയിരുന്നത്. ഇതിനുശേഷം ഹൈസ്കൂളിൽ സുരക്ഷിതമാണ് എന്ന് ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ പ്രദേശത്ത് മണ്ണിടിയുന്നത്. അതായത് ചെങ്കുത്തായി നിന്നൊരു കൂന അങ്ങനെ തന്നെ താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളടക്കം തകർന്ന് താഴേക്ക് വീണിട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഒരു വീട്ടിൽ ഗൃഹനാഥനും ഒരു കുടുംബവും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നത്. വൈദ്യുതി അടക്കമുള്ള മുഴുവൻ ബന്ധങ്ങളും അവിടെ നിലവിൽ അറ്റ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ സംഘവും പോലീസിന്റെ സംഘവും അവിടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് എങ്കിൽ പോലും പരിസരവാസികളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ വീടിനകത്തേക്കുള്ള തിരച്ചിൽ നടന്നത്. വീടിന്റെ മേൽക്കൂര താഴേക്ക് പതിച്ച നിലയിലാണ് നിലവിലുള്ളത്. വീടിനകത്ത് ആളുകളെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് അനക്കങ്ങളോ മറ്റു കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. എങ്കിലും വീടിനകത്തേക്ക് തന്നെ കയറി ഇവരെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. മാത്രമല്ല അത് തീരെ സുരക്ഷിതവുമല്ലാത്ത സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വീട് ഭാഗികമായി തകർന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്താണെങ്കിലും ഫയർഫോഴ്സിന്റെ സംഘം നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട്. സുരക്ഷിതമായ രീതിയിൽ പരിശോധന നടത്തുക, അഥവാ വീടിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് പ്രാധാന്യം നൽകുന്നത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ആദ്യം 22 കുടുംബങ്ങളെ അടിമാലിയിലെ ഹൈസ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നത്. ആ സമയത്ത് സുരക്ഷിതമാണ് എന്ന് തോന്നിയ മേഖലയിലുള്ള ചില ആളുകളാണ് അവിടെ നിന്ന് മാറ്റി താമസിക്കാതിരുന്നത്. അപ്പോൾ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനമുണ്ടായിരുന്നു 50-ലേറെ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതി ഉണ്ടാകും എന്നുള്ളത്. കാരണം ഇന്നലെ മണ്ണിടിഞ്ഞത് ചെറിയ തോതിലാണ് എങ്കിൽ പോലും ഇന്ന് രാവിലെ മുതൽ അതിന്റെ തോത് വളരെ കൂടുന്നുണ്ടായിരുന്നു. പല ഭാഗങ്ങളിൽ നിന്ന് മൺതിട്ടകൾ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന അവസ്ഥ, പലപ്പോഴായിട്ട് ഊർന്നു വരുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തു നിന്നുള്ള വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് രാത്രി ഒരു റിസ്ക് എടുക്കേണ്ട എന്ന രീതിയിൽ 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണെടുത്തതാണ് നിലവിൽ ഈ മണ്ണിടിയുന്നതിന് കാരണമായത്. അത് അശാസ്ത്രീയമായ രീതിയിലാണ് ദേശീയപാത നിർമ്മാണത്തിന് മണ്ണെടുത്തത്.